പിറ്റേ ദിവസം രാവിലെ 5:30ക്ക് എന്നെ അമ്മ വിളിച്ചെണീപ്പിച്ചു. ഞങ്ങൾ പല്ലൊക്കെ തേച്ച് മേലൊക്കെ കഴുകി ഒരു 6 മണി എടുക്കാറായപ്പോഴത്തേക്കും ഒരുങ്ങാനിരുന്നു. ഇവളുടെ കോളേജ് കുറച്ച് ലോങ് ആണ്. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ എണീറ്റ് ഒരുങ്ങാനിരുന്നത്. ഇവൾക്ക് എന്നേക്കാൾ കോൺഫിഡൻസ് ആയിരുന്നു ഒരുങ്ങാനിരിക്കാനായിട്ട്. ഞാനാണെങ്കിൽ പാതി ഉറക്കച്ചടവിലായിരുന്നു. എന്തായാലും ഞങ്ങൾ രാവിലെ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടു. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടാണ് പിരികം ത്രെഡ് ചെയ്യാനാണ് ആൾ വന്നത്. അപ്പം എക്സസ് ആയിട്ട് നിന്നതൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. ഞാൻ ഷേപ്പൊന്നും ആക്കിയില്ല, ജസ്റ്റ് ഒന്ന് എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇട്ടു. സൺസ്ക്രീൻ മസ്റ്റ്. സൺസ്ക്രീൻ ഇട്ടു, ലിപ് ബാം ഇട്ടു. അങ്ങനെ സ്കിൻ കെയർ ഒന്ന് കഴിച്ച് വെച്ചു. മുഖത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അപ്പം കണ്ണാടി നോക്കണം. ഞാൻ കൈയെടുക്കുമ്പോഴത്തേക്കും ആൾ കണ്ണാടി നോക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോകും. പിന്നെ എനിക്ക് തോന്നി ഇവൾ ആ കണ്ണാടിയുടെ അടുത്ത് നിന്ന് തിരിച്ചെടുത്തായിരുന്നു എന്ന്. പിന്നെ കണ്ണീൻ്റെ അടിയിൽ ഓറഞ്ച് കളർ കറക്റ്റ് ഇട്ട് കൊടുത്തു. വളരെ ലൈറ്റായിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആളുടെ ചുണ്ടിൻ്റെ 2 സൈഡിലും കളർ കറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തു. വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് മേക്കപ്പിനെ പറ്റി അറിയില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നുള്ള കോൺഫിഡൻസിലാണ് ഞാൻ. ഞാൻ ചെയ്താൽ നന്നാവും എന്നുള്ള കോൺഫിഡൻസിലാണ് അവൾ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കോൺഫിഡൻസിൽ തുടങ്ങി വെച്ചതാണ്. ഞാൻ കളർ കറക്റ്റ് ഇട്ടതിന് ശേഷം കൺസീലർ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് നേരം ഹോൾഡ് ചെയ്യാറുണ്ട്. ആളുടെ 2 കണ്ണിൻ്റെയും 2 സൈഡിലൂടെയും കൺസീലർ വെച്ചിട്ട് നേരെ ഐബ്രോസ് ഫില്ല് ചെയ്യാനാണ് പോയത്. ആൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഐബ്രോസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുത്ത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കൺസീലർ ബ്ലെൻഡ് ചെയ്തു. പിന്നെ ഈ ഇട്ട് കൊടുക്കുന്നത് സോട്രൂൻ്റെ ഒരു സ്കിൻ ടിൻ്റാണ് കേട്ടോ. സത്യം പറയലും ഒരു കിടിലൻ സ്കിൻ ടിൻ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അത്യാവശ്യം ഒരു കവറേജും തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഗ്ലോ കാണാൻ പറ്റും. ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിൽ വരും. ഒരു കിടിലൻ സ്കിൻ ടിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ നേരെ കണ്ണിലേക്കാണ് കിടന്നത്. പിന്നെ മാഴ്സിൻ്റെ ബേസിക് ഐഷാഡോ പാലറ്റാണ് കേട്ടോ. അത് അതിൻ്റെ അകത്തൊരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്. അത് ഞാൻ ഒരു ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഷിമ്മർ ഷെയ്ഡ് ഉണ്ട്, ഒരു റെഡ് ഷിമ്മർ ഷെയ്ഡ് ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. കൂടുതലൊന്നും നമ്മൾ കണ്ണിൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ 2 ഐഷാഡോ ഇട്ട് കൊടുത്തു. അത്ര ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു. ഇനി നമുക്ക് ലൈൻ ചെയ്താൽ മാത്രം മതി. അത് ഞാൻ ഒരു ജെൽ ലൈനർ എടുത്തിട്ട് ആളുടെ കണ്ണിൽ 2 കണ്ണും ഒരുപോലെ എഴുതുക എന്നുള്ളത് എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. അതിപ്പോൾ എൻ്റെ എഴുതുകയാണെങ്കിലും വേറൊരാളുടെ എഴുതുകയാണെങ്കിലും 2 കണ്ണും ഒരുപോലെ എഴുതുക ഇറ്റ്സ് എ ബിഗ് ടാസ്ക് ഫോർ മീ. ഞാനപ്പോൾ ജെൽ ലൈനർ വെച്ചിട്ട് ഏകദേശം ഒപ്പിച്ച് ഞാൻ അവളുടെ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മസ്കാര ഇട്ട് കൊടുത്തു. പിന്നെ പൊട്ടും വെച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് ബ്ലഷും ഇട്ട് കൊടുത്തു, ലിപ് ലൈനർ ഇട്ട് കൊടുത്തു, കുറച്ച് ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തു. ഫേസിൽ നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവള് ഒരുക്കുന്നതിന് ഇടയ്ക്കായിരുന്നു എൻ്റെ നെയ്ബറായിട്ടുള്ള ചേച്ചി സാരി ഉടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആ ചേച്ചീനെയും ഇതാ സാരി ഉടുപ്പിച്ച് വിട്ടു. പിന്നെ ഇവൾ ഡ്രസ്സ് മാറി ഇതാ ഇങ്ങനെയാണുള്ളത്. ആൾ വണ്ടിക്കാണ് പോകുന്നത്. അതുകൊണ്ട് കോളേജിൽ ചെന്നിട്ടാണ് മുടി കെട്ടുന്നത്. അപ്പോൾ മുല്ലപ്പൂ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.